പാലപ്പള്ളിയിൽ ജനവാസ മേഖലയിൽ കടുവയിറങ്ങി. പാലപ്പള്ളി KFRAയ്ക്ക് സമീപമാണ് കടുവയിറങ്ങിയത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്ത് പരിശോധന നടത്തി. ജനവാസ മേഖലയിൽ കടുവ ഇറങ്ങിയതോടെ പ്രദേശവാസികൾ ഭീതിയിലാണ്. നേരത്തെ കാട്ടാനയുടെയും പുലിയുടെയും ശല്യമുള്ളയിടത്താണ് ഇപ്പോൾ കടുവയെയും കണ്ടെത്തിയിട്ടുള്ളത്. സരീഷ് ചേരുന്നു വിവരങ്ങളുമായി. സരീഷ്, പാലപ്പള്ളി പ്രദേശം നിരന്തരമായ കാട്ടാനയുടെ ശല്യമുള്ള ഒരു പ്രദേശമാണ്. ഇപ്പോൾ അവിടെയാണ് കടുവയെ കണ്ടതായി പറയുന്നത്. കടുവ തന്നെയാണെന്ന സ്ഥിരീകരണം എത്തിയിട്ടുണ്ടോ? വനപാലകർ സ്ഥലത്തെത്തി പരിശോധന നടത്തിയോ? കഴിഞ്ഞ ദിവസം വൈകിട്ട് 6:30യോടെയാണ് ഈ വേലുപ്പാടം പ്രദേശത്ത് ഈ KFRA ഗവേഷണ കേന്ദ്രത്തിന്റെ സമീപത്തായി റോഡിലേക്ക് ചാടി എന്ന് പറയുന്ന തരത്തിൽ ഒരു കടുവയെ കണ്ടു എന്ന് ഒരു ബൈക്ക് യാത്രക്കാരൻ പറഞ്ഞതാണ് നമുക്ക് ഇത്രയും ഒരു കാര്യങ്ങൾക്ക് നീങ്ങിയ സാഹചര്യം ഉണ്ടായത്. കാരണം ഇത് കടുവയാണ്. കടുവ എന്ന് പറഞ്ഞാൽ സാധാരണ രീതിയിൽ ഇപ്പൊ നമ്മൾ വനംവകുപ്പിന്റെ ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചപ്പോൾ കടുവ ഇത്തരം ജനവാസ കേന്ദ്രങ്ങളിലോ അതുപോലെ തന്നെ ഒരുപാട് ബഹളങ്ങളോ തിരക്കുകളോ വാഹനങ്ങളുടെ ശബ്ദങ്ങളോ ഉള്ള പ്രദേശങ്ങളിലേക്ക് എത്തില്ല എന്നുള്ളൊരു പ്രാഥമിക നിഗമനം മാത്രമല്ല, അവരങ്ങനെ എത്തില്ല എന്നുള്ളൊരു കൃത്യമായ ഒരു വിവരം തന്നെയാണ് നമുക്ക് കൈമാറിയിരിക്കുന്നത്. 2 കാരണങ്ങളാണ് അവർ പറയുന്നത്. ഒന്ന്, ഇത്തരം ശബ്ദം ഉള്ള സ്ഥലങ്ങളിലേക്ക് കടുവ എത്തില്ല. മറ്റൊന്ന്, ഈ റോഡിലേക്ക് കടുവ ചാടി എന്ന് പറയുന്ന ഒരു സാഹചര്യം ഒരിക്കലും ഉണ്ടാവില്ല എന്നാണ് അവർ പറയുന്നത്. കാരണം ഒന്നുകിൽ ഈ കടുവ മറ്റൊരു മൃഗത്തെ വേട്ടയാടുന്നതിനായിട്ട് ഇരയെ പിടിക്കുന്നതിനായി ഓടിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ ആ ഇരയോടൊപ്പം തന്നെ പിന്നാലെ ചാടാം. അത്തരം ഒരു സാഹചര്യം രണ്ടാമതായിട്ടൊരു കാരണം പറയുന്നത്. ഈ 2 സാഹചര്യങ്ങളും കണക്കിലെടുത്ത് വനംവകുപ്പ് നോക്കുന്നുണ്ടെങ്കിൽ കടുവ ഈ പ്രദേശത്ത് എത്താൻ സാധ്യത കുറവാണെന്നുള്ള ഒരു രീതി തന്നെയാണ് വനംവകുപ്പിന്റെ ഉദ്യോഗസ്ഥരെല്ലാം പറയുന്നത്. അതുപോലെ തന്നെ ഈ കടുവയെ കണ്ടു എന്ന് പറയുന്ന ആ സമയം കഴിഞ്ഞ് ഒരു മണിക്കൂറിന് ശേഷം വനംവകുപ്പിന്റെ ഉദ്യോഗസ്ഥർ വനപാലകർ ഉൾപ്പെടെ എല്ലാവരും അവിടെ ഈ മൃഗഗവേഷണ കേന്ദ്രത്തിന്റെ ഈ കടുവയെ കണ്ടു എന്ന് പറയുന്ന സ്ഥലത്തൊക്കെ പരിശോധന നടത്തിയ ഈ കടുവയുടെ കാൽപ്പാടുകളിനെ കുറിച്ച് എന്തെങ്കിലും ഒരു ലക്ഷണം കിട്ടോ എന്നുള്ള പരിശോധന തന്നെ നടത്തിയിരുന്നു. അതിന് വൈകി ഇപ്പോൾ ഇരുട്ടായി കാരണം പിന്നെ അത് ഒരു പരിശോധനയ്ക്ക് കൃത്യമായി നടത്താൻ കഴിയാത്ത സാഹചര്യം വന്നതോടുകൂടി ഇന്ന് രാവിലെ വീണ്ടും അവർ സംഘങ്ങളായി ചേർന്ന് ആ പ്രദേശങ്ങളിലും അതുപോലെ തന്നെ ഈ കടുവ പോയി എന്ന് പറയുന്ന തൊട്ടും ഈ മൃഗഗവേഷണ കേന്ദ്രത്തിന് മുമ്പിലുള്ള കശുമാവിൻ തോട്ടത്തിലും എല്ലാം ഈ വനംവകുപ്പിന്റെ ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയെങ്കിലും ഒന്നും ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഒപ്പം തന്നെ ഇന്നലെ ഈ കടുവയെ കണ്ടു എന്ന് പറയുന്ന വ്യക്തിയെ വനംവകുപ്പ് കണ്ടെത്തുകയും അയാളുമായി സംസാരിക്കുകയും അത് പറഞ്ഞ പോലെ അവര് ഈ പറഞ്ഞ രീതികളിലെല്ലാം ഈ കടുവ ചാടിയ സ്ഥലം ഏകദേശം ഒരു KFRAയുടെ മൃഗഗവേഷണ കേന്ദ്രത്തിന്റെ 6 അടിയോളം ഉയരമുള്ള ഒരു നെറ്റ് കൊണ്ട് തീർത്ത ഒരു വേലിയുണ്ട്. ആ വേലിക്ക് മുകളിലൂടെ റോഡിലേക്ക് ചാടി എന്നാണ് പറയുന്നത്. അപ്പൊ അത്തരം ഒരു സാഹചര്യം ഒരിക്കലും ഉണ്ടാകില്ല എന്നാണ് ഈ വനംവകുപ്പിന്റെ നിലപാട്. കാരണം ഈ കടുവ ഒരിക്കലും ഒരു ഓടി വന്ന് ചാടുകയാണെങ്കിൽ മാത്രമേ ഇത്രയും ഹൈറ്റിലൂടെ ചാടാൻ കഴിയുള്ളൂ. അതുപോലെ തന്നെ അത് നടന്നു വരുന്ന ഒരു കടുവയ്ക്ക് പെട്ടെന്ന് ഇത്ര ഹൈറ്റിലേക്ക് ചാടി റോഡിലേക്ക് എത്താൻ കഴിയില്ല എന്നുള്ളൊരു നിഗമനം കൂടി വനപാലകർക്കുണ്ട്. അപ്പോ ഇത്തരം സാഹചര്യത്തിൽ ഈ അഭ്യൂഹം പറഞ്ഞത് ഒരുപാട് ആശങ്കയ്ക്കിടയാക്കുന്നുണ്ട് പ്രദേശത്ത്. കാരണം പുലി കാട്ടാന ഒക്കെ ആണെങ്കിൽ ഒരുപക്ഷെ വനപാലകർ തന്നെ അത് സ്ഥിരീകരിക്കുന്നുണ്ട്. ഇത്തരം മൃഗങ്ങളൊക്കെ ആണെങ്കിൽ അവിടെ എത്താം. പുലി അവിടെ മുൻപ് കണ്ടിട്ടുണ്ട്, കാൽപ്പാടുകൾ കണ്ടിട്ടുണ്ട്. പിന്നെ ഈ കടുവ എന്ന് പറയുന്നത് കണ്ടു കഴിഞ്ഞാൽ എത്തിക്കഴിഞ്ഞാൽ 24 മണിക്കൂറിനുള്ളിൽ ഒരു ഇരയെ വേട്ടയാടും എന്നുള്ളൊരു ഉറപ്പും കൂടി അതങ്ങനെ ഉണ്ടാവാറുണ്ട്. കാരണം ഈ കടുവ ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ ഒരു മൃഗത്തെയോ അല്ലെങ്കിൽ വളർത്തുമൃഗത്തെയോ വന്യമൃഗത്തെയോ ആക്രമിച്ച് കൊല്ലുന്ന ഒരു രീതി കടുവയ്ക്കുണ്ട് എന്നാണ് വനപാലകർ പറയുന്നത്. അത്തരത്തിൽ ഈ പ്രദേശത്തൊന്നും ഇതുവരെ 24 മണിക്കൂറിനുള്ളിൽ ഈ സമയത്തിനുള്ളിൽ കടുവ ഇറങ്ങി എന്ന് പറയുന്ന സമയത്തിനുള്ളിൽ ഇത്ര സമയം കഴിഞ്ഞിട്ടും ആ പ്രദേശത്ത് ഒരു വന്യമൃഗത്തെയോ അല്ലെങ്കിൽ ഈ നാട്ടിൻ പുറത്തിറങ്ങിയ ഒരു കടുവയാണെങ്കിൽ അവിടുത്തെ വളർത്തുമൃഗങ്ങളെയോ ആക്രമിച്ചു കൊന്നിരിക്കാം. അത് ഇതുവരെയ്ക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ റിപ്പോർട്ടും അവിടെ നിന്നും വന്നിട്ടില്ല. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അറിയുന്നതോട് കൂടി ഇത് കടുവ ആണോ എന്ന് ഒരു സംശയം തന്നെയാണ് ഇപ്പൊ നിലനിൽക്കുന്നുള്ളൂ. ആ അഭ്യൂഹത്തിന്റെ പുറത്ത് ഇപ്പൊ ഒരുപാട് ആശങ്കയ്ക്കിടയാക്കുന്നുണ്ട്. കാരണം ഈ വേലുപ്പാടം എന്ന് പറയുന്ന പ്രദേശം ഈ കടുവയെ കണ്ട സ്ഥലത്തിന്റെ 100 മീറ്റർ മാറി അവിടെ ഒരു തീർത്ഥാടന കേന്ദ്രമുണ്ട്, ഒരു ആശുപത്രിയുണ്ട്, ഒരു 600 വരെ കുട്ടികൾ പഠിക്കുന്ന ഒരു ഹയർ സെക്കൻഡറി സ്കൂളുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ എപ്പോഴും സഞ്ചരിക്കുന്ന ഒരു ചിമ്മിനി ഡാം, പാലപ്പള്ളി എന്നിവിടങ്ങളിൽ പോകുന്ന റോഡാണ് ഇതിന് മുമ്പിൽ. ഇത്തരം ഒരു സാഹചര്യത്തിൽ ഈ പ്രദേശത്ത് ഒരു കടുവ എത്തി എന്ന് പറയുന്ന
ഒരു സാഹചര്യം പൂർണ്ണമായും തള്ളുന്നില്ല എങ്കിൽ പോലും അത് ഉണ്ടാവാൻ സാധ്യത കുറവാണ് എന്നുള്ള നിഗമനത്തിൽ തന്നെയാണ് വനപാലകർ. സരീഷ് വിശദാംശങ്ങൾ നൽകിയതിന്. പാലപ്പള്ളിയിൽ ജനവാസ മേഖലയിൽ കടുവ ഇറങ്ങി എന്നുള്ള വാർത്തയുമായി ബന്ധപ്പെട്ട വനപാലകർ നിരീക്ഷണം നടത്തുകയായിരുന്നു. അങ്ങനെ വരാനുള്ള സാധ്യതയില്ല എന്നുള്ള പ്രാഥമിക നിഗമനത്തിലേക്കാണ് എത്തിച്ചേർന്നിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സരീഷാണ് വിശദാംശങ്ങൾ നൽകിയത്.